പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈവനിങ് ആണെങ്കിലും അതുപോലെ ഡിന്നറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നന്നായി തന്നെ തണുത്തിരിക്കും. ഇത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിത് 1.5 കുറ്റിയോളം നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്ത് മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സവോളയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ നമ്മളിതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ഇടുക. പുട്ടിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ നമ്മൾ എന്താണോ ഉപ്പേരി വെച്ചിരിക്കുന്നത് നമുക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഉപ്പേരി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് വഴറ്റുക. പിന്നെ കൂർക്കുപ്പേരിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കൂർക്കുപ്പേരിയും കൂടെ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു ഉപ്പുമാവ് നമ്മൾ പുട്ട് ബാലൻസ് വന്നുകൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ കറി കൂടി വേണ്ട കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.